നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, ഇപ്പൊ ഏറെ ചർച്ചയായ ഒരു വിഷയമാണ് ഗുരു പൂർണിമയോടനുബന്ധിച്ച് അധ്യാപകരുടെ പാദ ശുശ്രൂഷ ചെയ്യുന്നത്, കാല് കഴുകുന്ന കുട്ടികളെ കൊണ്ട് അത് ചെയ്യിച്ച ഒരു വിഷയം ഏറെ ചർച്ചയായിട്ടുണ്ട്. ശരിക്കും അപ്പൊ ഈ ചർച്ച ഇപ്പൊ സജീവമായ സ്ഥിതിക്ക് അത് വേണ്ടിയിരുന്നതാണോ? അത് ഒരു ഹിന്ദു മത ചടങ്ങുകളെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതല്ലേ? അതല്ലെങ്കിൽ അങ്ങനെ ഒരു പൂജയുടെ ആവശ്യമുണ്ടോ എന്ന രീതിയിൽ വലിയൊരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് ശരിക്കും മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന് പഠിക്കേണ്ടതിന് പകരം അത് കുട്ടികളിൽ ഒരു അടിമത്ത മനോഭാവം വളർത്തുന്നതിന് കാരണമാകുമെന്നൊരു വിധേയത്വം ഉണ്ടാക്കിയെടുക്കും എന്നാണ് ഒരു വാദം ഉയരുന്നത്. അതിലെത്രത്തോളം സത്യമുണ്ട്? 4 പതിറ്റാണ്ടിലേറെയായി ഗുരുക്കന്മാരെയും മുതിർന്നവരെയും അച്ഛനെയും അമ്മയെയും ഒക്കെ കാലിൽ തൊട്ട് വന്നിക്കുന്ന അവരോട് അനുഗ്രഹം തേടുന്ന ഒരാളാണ് ഞാൻ. ഈ അനുഗ്രഹം തേടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാദപൂജ ചെയ്തു എന്ന് പറയുമ്പോ ഈ ഒരു കാലിൽ തൊട്ട് വന്ദിക്കുന്നു, 2 പൂവ് കാലിലേക്ക് ഇടുന്നു, അല്പം വെള്ളം ഒഴിക്കുന്നു. ഇതാണ് ഈ പറയപ്പെടുന്ന സങ്കല്പം. അതായത് ഗുരുവിനെ പൂജിക്കുന്നു എന്നാണ് സങ്കല്പം. മാതാ പിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. മാതാവിനും പിതാവിനും ഒപ്പം തന്നെ ഗുരുവിനും ദൈവത്തിന്റെ സ്ഥാനം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ 3 കൺകണ്ട ദൈവങ്ങളാണ്. നമ്മൾ ദൈവത്തെ കാണുന്നില്ല, പക്ഷെ മാതാവും പിതാവും ഗുരുവും കൺകണ്ട ദൈവങ്ങളാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ആദ്യം നമ്മുടെ ഓരോ കാര്യവും പഠിപ്പിക്കുന്നത്, ആദ്യം അറിവ് നൽകുന്നത് ആരാണ്? അമ്മയും അച്ഛനും നൽകുന്ന അറിവിനോടൊപ്പം അതിലേറെ അറിവ് പകർന്നു തരുന്നത് നമുക്ക് ഗുരുക്കന്മാരാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ സമയം ഉണർന്നിരിക്കുന്ന സമയം നമ്മൾ ചെലവഴിക്കുന്നത് അധ്യാപകരോടൊപ്പമാണ്. കാരണം നമുക്കറിയാം, രാവിലെ നമ്മൾ സ്കൂളിൽ പോകാൻ രാവിലെ എണ്ണീറ്റാൽ ഒരു 6 മണിക്ക് എണ്ണിക്കുന്ന കുട്ടി 9 മണിയാകുമ്പോഴത്തെ സ്കൂളിൽ പോയി കഴിഞ്ഞു. 9 മുതൽ കുട്ടി ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായി ഉണർന്നിരിക്കുന്ന സമയമാണ് 10 മുതൽ 5 വരെയുള്ള സമയം. ആ സമയത്താണ് നമ്മൾ സ്കൂളിലുള്ളത്. ബാക്കി വൈകുന്നേരം വീട്ടിൽ വന്നാൽ ആഹാരം കഴിച്ചു, കുളിച്ചു, എന്തെങ്കിലും അല്പം പഠിച്ചു, കിടന്നുറങ്ങി. ഈ മാതാപിതാക്കളെക്കാൾ കൂടുതൽ സമയം അധ്യാപകരാണ് കുട്ടിയുടെ ക്യാരക്ടർ ഫോർമേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും അറിവ് പകർന്നു നൽകുന്നതുമൊക്കെ. ഈ ഗുരുക്കന്മാരെ സംബന്ധിച്ച്, ഗുരുക്കന്മാരെ പണ്ട് മുതലേ ഗുരുപരമ്പര, അതായത് നമുക്കറിയാം മേഘലന്റെ കഥയൊക്കെ അറിയാമല്ലോ. അപ്പോ ഗുരുക്കന്മാരെ സംബന്ധിച്ച് ഗുരുക്കന്മാരാണ് നമുക്ക് അറിവ് പകർന്നു നൽകുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ അറിയുന്നത് കൊണ്ട് തന്നെ ഗുരുവിനെ ഒന്ന് പാദത്തിൽ തൊട്ട് നമസ്കരിച്ചത് കൊണ്ടോ, ഒന്ന് പാദത്തിൽ ഒരു പൂവിട്ടത് കൊണ്ടോ, അല്പം വെള്ളം ഒഴിച്ചത് കൊണ്ടോ ഒരു തെറ്റുമില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം കല്യാണങ്ങൾക്ക് ഒരാളെ സ്വീകരിക്കുന്ന രീതി എങ്ങനെയാണ്? പയ്യനെ പെൺകുട്ടിയുടെ അളിയൻ പാദത്തിൽ വെള്ളം ഒഴിച്ച് മാലയിട്ട് സ്വീകരിക്കുന്ന ചടങ്ങില്ലേ? അത് തെറ്റാണോ? മുതിർന്ന ഒരാളെ ബഹുമാനിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുക? ഇവിടെ മുതിർന്ന ഒരാളെ ബഹുമാനിക്കരുതെന്നും ഇവിടെ സാധാരണക്കാരായ ആൾക്കാരെ വഴി തെറ്റിക്കണമെന്നും ചിന്തിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ അധ്യാപകന് കുഴിമാടം ഉണ്ടാക്കുന്നു, അധ്യാപകന്റെ ദേഹത്ത് ഡാൻസ് കളിക്കുന്നു, അധ്യാപകരെ വഴിയിൽ തടയുന്നു, അധ്യാപകരെ കരിയോയിൽ ഒഴിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന SFIയെ സംബന്ധിച്ചിടത്തോളം ഗുരു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. 1 മാർക്ക് കിട്ടിയ ശിവരഞ്ജിത്തിന് PSCക്ക് 1ാം റാങ്കിൽ വന്ന ആളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് പഠിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അപ്പോ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ഗുരുവിനെ വണങ്ങുക, അല്ലെങ്കിൽ ഇവിടെ പാരമ്പര്യം നിലനിൽക്കുക, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സംസ്കാരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എല്ലാവരും സംസ്കാരം ഉള്ള ആൾക്കാരായി പോയാൽ CPM-ന് ആളെ കിട്ടാത്തത്. CPM എങ്ങനെയാണ് ഈ കുട്ടികളെ വഴിതെറ്റിക്കുന്നത്? അവരെ പുരോഗമനം പറഞ്ഞുകൊണ്ട് റോഡിൽ ഇറക്കി നിർത്തി കള്ളുകുടിച്ച് കഞ്ചാവ് പഠിക്കാൻ പ്രേരിപ്പിച്ച് ജനാധിപത്യമാണെന്ന് പറഞ്ഞ്, അതായത് ഈവൻ അവരുടെ റിലേഷൻഷിപ്പിൽ പോലും ജനാധിപത്യമാണെന്ന് പറഞ്ഞ് ഇഷ്ടമുള്ളവരെ വിളിച്ചുകൊണ്ട് പോയി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുകയാണ്. അവർ മുന്നോട്ട് വെക്കുന്ന വിദ്യാർത്ഥി നേതാക്കൾ ആരൊക്കെയാണ്? നമ്മൾ കണ്ടതല്ലേ, ഒരു സ്വന്തം അതേ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ ഘടകകക്ഷി, അതായത് CPM-ന്റെ ഘടകകക്ഷിയെ CPI-യുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവിനോട് വയറ്റിൽ കുട്ടിയെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ പാരമ്പര്യമുള്ളവരാണ് CPM-കാർ. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആളെ കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള അരാജകത്വം കേരളത്തിൽ നിലനിൽക്കണം. സംസ്കാരം ഉള്ള ഒരു ജനത കേരളത്തിൽ ഉണ്ടായാൽ തീർച്ചയായും CPM-നും SFIക്കും ഒക്കെ തിരിച്ചറിയാം. കേരളത്തിൽ ഈ ആചാരങ്ങൾ തിരിച്ചു വരുന്നതിനെ എതിർക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്, ഒരു സംശയമില്ല. എന്തുകൊണ്ടാണ് അധ്യാപകരുടെ കാലിൽ ഇന്നല്ല, ഇത്രയും വർഷങ്ങളായി, ഏതാണ്ട് ഇന്നു മുതൽ തുടങ്ങിയതല്ല, ഈ അമൃതാനന്ദമയിയുടെ സ്കൂളുകളിലും ഭാരതീയ വിദ്യാനികേതന്റെ സ്കൂളുകളിലും ഇത്തരം സ്കൂളുകളിൽ വർഷങ്ങളായി നടക്കുന്നതാണ് ഗുരുപൂജ. ബാലഗോകുലം പോലെയുള്ള സംഘടനകൾ ഗുരുപൂജ നടത്തുന്നുണ്ട്.
അപ്പോ ഇത് ആദ്യമായല്ല ഈ വിഷയങ്ങൾ പുറത്തു വരുന്നതും, അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ ഇപ്പോ പ്രശ്നത്തിലാകുന്നത് ഇപ്പോ ആദ്യമാണെങ്കിൽ പോലും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇവിടെ എന്ത് തെറ്റുണ്ട് എന്നാണ് പറയുന്നത്? അല്ല, ഇപ്പൊ ഈ ശ്രീല പറഞ്ഞ കാര്യത്തോടെല്ലാം ഞാൻ യോജിക്കുന്നു. SFIയുടെ കലാലയങ്ങളിലെ പ്രവർത്തികൾ എല്ലാം അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതൊന്നും ശരിയാണെന്നുമല്ല വാദിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഈ ഒരു ചടങ്ങ് മതപരമായി ആചരിക്കുന്ന ഒരു ചടങ്ങാണ്. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന ഒരു പൊതുവിദ്യാലയമാണ്. ആ വിദ്യാലയത്തിൽ മതപരമായ ചടങ്ങുകൾ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നാണ് ചോദിക്കുന്നത്. മതപരമായ ചടങ്ങുകൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതിൽ നിസ്കരിക്കാനുള്ള സമയം നിർത്തണമെന്നേ കേരളത്തിലെ ഹിന്ദുക്കൾ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്കും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഹിന്ദുവിന്റെ ഓരോരുമാരെ പ്രാർത്ഥിക്കാനുള്ള ദിവസമാണ്. ഈ നിസ്കരിക്കാൻ സമയം കൊടുക്കുന്നത് പോലെ ഹിന്ദുവിനും കൊടുക്കുമോ? അപ്പൊ നിസ്കരിക്കുമ്പോ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. മതപരമായ ചടങ്ങ് എന്ന് പറയുന്നത് സ്കൂളുകളിൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ, അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഉണ്ട്. വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. പല സ്കൂളുകളിലും അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ചില ക്ലാസ് മുറികൾ അതിനായി തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞിടയ്ക്ക് പ്രശ്നം ഉണ്ടായത്. പിന്നെ മലപ്പുറത്തുള്ള സ്കൂളുകളിൽ വെള്ളിയാഴ്ചയാണ് അവധി ദിവസം. എങ്ങനെയാണ് അങ്ങനെ അവധി ദിവസം കൊടുക്കുക? എങ്ങനെയാണ് വെള്ളിയാഴ്ച അവധി ദിവസമാകുന്നത്? അപ്പൊ മതപരമായ ചടങ്ങുകളും മതപരമായ ചടങ്ങുകൾ ഹിന്ദു എപ്പോഴും വീട്ടിൽ വെച്ച് വിളക്ക് കത്തിക്കാറുള്ളൂ, നാമം ജപിക്കാറുള്ളൂ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച ശേഷം തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മതപരമായ ചടങ്ങുകളിലെ ഈ ഗുരു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗുരു സങ്കല്പം എന്ന് പറയുന്നത് ഏത് വിദ്യാർത്ഥിക്കും ഉണ്ടാവേണ്ടതാണ്. അതിന് മതപരമായിട്ടോ ഹിന്ദുവായിട്ടോ ഉള്ള ബന്ധത്തിനപ്പുറത്തേക്ക് സംസ്കാരവുമായുള്ള ബന്ധമാണുള്ളത്. അത് മതപരമായ ബന്ധം എന്ന് പറയാൻ കഴിയില്ല. അതിന് മതപരം എന്ന അർത്ഥവും കൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊരു സംസ്കാരത്തിന്റെ, അതായത് നമ്മളെപ്പോഴും ഭാരതീയ ഗുരുപരമ്പരയെ നമ്മൾ തീർച്ചയായും ആദരിച്ചിരുന്നവരാണ്. ആ ഗുരുപരമ്പര എന്ന് പറയുന്നതാണ് ഗുരു. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? എല്ലാവരുടെയും ഗുരുക്കളല്ലേ അധ്യാപകരല്ലേ? അതല്ലെങ്കിൽ ഹിന്ദുവിന് മാത്രമാണ് ഈ അധ്യാപകരുള്ളത്? അല്ലല്ലോ. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന എല്ലാ കുട്ടിയെയും വിദ്യാസമ്പന്നരാക്കുന്നത് അവിടുത്തെ അധ്യാപകരാണ്. ആ അധ്യാപകരെ ഒരു ദിവസം അധ്യാപകരെ ഒന്ന് ആദരിച്ചു, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ ഒന്ന് കൈകൂപ്പി ഒരു നമസ്തേ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെറ്റുമില്ല. മുതിർന്നവരെക്കാളും നമസ്തേ പറയാം, ഞാൻ നിന്നെ നമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമസ്തേ പറഞ്ഞ ഒരു തെറ്റുമില്ല. അതിലെന്ത് തെറ്റുണ്ടെന്നാ പറയുന്നത്? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അതായത് നമ്മുടെ മഹാഭാരതം, അതില് ഈ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാകാൻ ഒരു കാരണം എന്ന് പറയുന്നത് ശരിക്കും ആ ദ്രോണർ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ശരിയായ രീതിയിൽ കൗരവരെയും പാണ്ഡവരെയും കൈകാര്യം ചെയ്തിരുന്നു. അതായത് പക്ഷപാതമില്ലാതെ അവരെ വിദ്യ അഭ്യസിപ്പിച്ചിരുന്നു എങ്കിൽ ഒരു പരിധിവരെ ചിലപ്പോൾ ആ യുദ്ധം ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നിരിക്കാം. പക്ഷേ ആ ഒരു ഗുരു പോലും തന്റെ ശിഷ്യരോട് പക്ഷഭേദം കാണിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഗുരു ശരിക്കും ഇങ്ങനൊരു പൂജ അർഹിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള ഗുരുക്കളാണ് ഈ സ്കൂളുകളിലുള്ളതെന്ന് ആരാ പറയുന്നത്? സ്കൂളിലെ കുട്ടികളെ ഒന്നായി കാണുന്ന അധ്യാപകരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെയും പഠിക്കാത്ത കുട്ടികൾക്ക് അവരെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അധ്യാപകർ നടത്തുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പഠിക്കുന്ന കുട്ടിയേക്കാൾ കൂടുതൽ പഠിക്കാത്ത കുട്ടി. അവിടുത്തെ മാനദണ്ഡം അതാണല്ലോ, പണമല്ലല്ലോ. സ്കൂളുകളിലെ മാനദണ്ഡം എന്താ? പഠിക്കുന്ന കുട്ടിയും പഠിക്കാത്ത കുട്ടിയും എന്നുള്ള മാനദണ്ഡമാണുള്ളത്. അപ്പോൾ പഠിക്കുന്ന കുട്ടികളെക്കാൾ ഏറെ കൂടുതൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും കൂടി പഠിപ്പിച്ചെടുക്കാനും അവരെ കൂടി നമ്മളോടൊപ്പം എത്തിക്കാൻ ശ്രമിക്കുന്ന അധ്യാപകരെ കണ്ടിട്ടില്ലേ? എവിടെയാണ് പക്ഷപാതിത്വം പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത്? നമ്മൾ കാണിക്കുന്ന എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം അധ്യാപകർക്ക് തലയിൽ കെട്ടിവെക്കണ്ട. അതിന് ജീനിന്റെ ഘടകമുണ്ട്, നമ്മുടെ വീട്ടുകാർ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്, പല ഘടകങ്ങളുണ്ട്. എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം അധ്യാപകർക്കാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അറിവ് പകർന്നു നൽകുന്ന അധ്യാപകരെ, ആ അധ്യാപകർക്ക് വേണ്ടി ഒരു ദിവസം ആ ദിവസം ഒന്ന് പൂജിക്കുന്നത് കൊണ്ടോ ആ ദിവസം അധ്യാപകരെ ഒന്ന് തൊട്ടു തൊഴുന്നത് കൊണ്ടോ ഒരു തെറ്റുമില്ല. മാതാപിതാക്കളെ നമ്മൾ തൊട്ടു തൊടാറില്ലേ? കല്യാണം നടക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നു, ആ ദിവസങ്ങൾ നമ്മൾ മാതാപിതാക്കളുടെ കാല് തൊട്ട് വന്ദിച്ചിട്ടല്ലേ നമ്മൾ കല്യാണത്തിനാണെങ്കിലും, അല്ലെങ്കിൽ ദക്ഷിണ കൊടുക്കുമ്പോ, ഹിന്ദു ആചാരപ്രകാരമാണെങ്കിൽ ദക്ഷിണ കൊടുക്കുമ്പോ, ഈ ക്രിസ്ത്യൻ ആചാരപ്രകാരമാണെങ്കിൽ പാതിരിയുടെ കൈ മുത്തുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെ തെറ്റാണ്. എവിടെയും നമ്മൾ ഒരു അനുഗ്രഹം, മുതിർന്നവരുടെ അനുഗ്രഹം നേടിയെടുക്കുക എന്നുള്ളത് ചെയ്യുമ്പോൾ അതിനെയൊക്കെ അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അവിടെ ജനാധിപത്യമാണ് എന്ന് പറയുന്നതിനോട് ഞാൻ അനുകൂലിക്കുന്നില്ല. അത്തരം ജനാധിപത്യം, അതാണ് ജനാധിപത്യം എന്ന ഒരു ചിന്തയും എനിക്കില്ല. അതല്ല, പാദസേവ ചെയ്ത് കാര്യങ്ങൾ നേടുക, അതായത് പ്രീതിപ്പെടുത്തുക എന്നുള്ള ഒരു രീതി ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് മാറില്ല കുട്ടികളുടെ മനസ്സിൽ. ഇവിടെ പാദസേവ ചെയ്തു എന്നല്ലല്ലോ പറയുന്നത്. പാദസേവ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരാളെ നിരന്തരം അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതല്ലേ? ഒരു ഗുരുപൂർണിമ ദിവസം അധ്യാപകരെ ആദരിക്കേണ്ട ദിവസം, മാതാപിതാക്കൾ പല ദിവസങ്ങളിലും
പിന്നെ ഈ പ്രണയിതാക്കൾക്ക് ദിവസമില്ലേ, അതുപോലെ ഒരു ദിവസം ഒരു അധ്യാപകന്റെ കാലിൽ തൊട്ട് വന്നിച്ചത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും കേരളത്തിൽ നഷ്ടപ്പെടാനുള്ള CPM-നാണ്. കാരണം കുട്ടികൾ ആചാരപ്രകാരം വളർന്നു വന്നാൽ മര്യാദക്കാരായ കുട്ടികൾ ക്യാമ്പസിൽ ഉണ്ടായാൽ SFIക്ക് കൊടി പിടിക്കാൻ ആളില്ലാതെ വരും. പല ക്യാമ്പസുകളും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. മര്യാദയ്ക്ക് സ്കൂളിൽ വന്ന് പഠിച്ചിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ പോകുന്ന കുട്ടികൾ ഉണ്ടായാൽ സഖാക്കന്മാർക്ക് മയക്കുമരുന്ന് കച്ചവടം നടത്താനും സഖാക്കന്മാർക്ക് മയക്കുമരുന്ന് വിൽക്കാനുള്ള സ്ഥലവും ഒക്കെ ഇല്ലാതെ വരും. അതുപോലെ യഥേഷ്ടം ഉപയോഗിക്കാനുള്ള പെൺകുട്ടികളെ ക്യാമ്പസിൽ നിന്ന് കിട്ടില്ല. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം. അതുകൊണ്ടാണ് SFI ഇത്തരത്തിലുള്ള ക്യാമ്പയിനുമായി രംഗത്ത് വരുന്നത്. മാത്രമല്ല എല്ലാം തകർന്നിരിക്കുകയാണല്ലോ. അടുത്ത കാലത്തായി കഴിഞ്ഞ പണിമുടക്കോടുകൂടി കേരളത്തിലെ അവസ്ഥയും ജനങ്ങളുടെ അവസ്ഥയും ഒക്കെ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇനി ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ RSSന്റെ തലയിൽ കയറി RSS നടത്തുന്ന വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ മാതാമൃതാന്തമായി നടത്തുന്ന വിദ്യാലയങ്ങൾ അവരുടെ ഇഷ്ടമനുസരിച്ചാണെന്നേ പ്രവർത്തിക്കുന്നത്. അവരുടെ ഇഷ്ടമനുസരിച്ച് അവർ പ്രാർത്ഥന വെക്കും. ഇവിടെ അത് പൊതുവിദ്യാലയം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിലുള്ള കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുകയോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നതിന് ഇവർക്ക് എന്താ പ്രശ്നം? അവിടുത്തെ കുട്ടികൾ ആരെങ്കിലും പരാതി പറഞ്ഞു? ഞങ്ങൾക്ക് അധ്യാപകരുടെ കാലിൽ തൊട്ട് തൊഴാൻ ചെയ്യുന്ന അവിടുത്തെ കുട്ടികൾ ആരെങ്കിലും പരാതി പറഞ്ഞു? എന്തിനാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ സത്യത്തിൽ ഇത് ഇരട്ടത്താപ്പാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. മതപരമായ ചടങ്ങാണ് ഈ ഗുരുപൂജ എന്ന് വിവക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ നിസ്കരിക്കാനുള്ള സമയം കൊടുക്കുന്ന അടക്കമുള്ളവ, വെള്ളിയാഴ്ച അവധി കൊടുക്കുന്ന അടക്കമുള്ളവ നിർത്തിവെക്കണം. അതെന്താ ചെയ്യാൻ കഴിയാത്തത്?